പാരന്റ്സിനും കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ് കുട്ടികൾ രാത്രി ബെഡിൽ മൂത്രയിക്കുക എന്ന് പറഞ്ഞത്. ഇത് കോമൺ ആയി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. കുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ കൺട്രോൾ ആവുന്നത് അവരൊരു 1.5 to 3.5 വയസ്സിന്റെ ഉള്ളിലാവാം. മേ ബി അതൊരു 5 വയസ്സ് വരെ പോവാം. നൈറ്റില് യൂറിൻ പാസ് ചെയ്യുന്നത് കൺട്രോൾ ആവുന്നത് ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും. മേ ബി ഒരു 5% കുട്ടികൾക്കൊക്കെ ഒരു 15 വയസ്സിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും അത് കൺട്രോൾ ആവുന്നത്. ഒരു 5 വയസ്സിന് ശേഷമൊക്കെ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി കാണാറുണ്ട്. അവര് ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും നൈറ്റ് ക്യാമ്പിന് പോകുമ്പോഴും ഇപ്പൊ കസിൻസിന്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ രാത്രി ബെഡിൽ മൂത്രയിക്കോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഒക്കെ കുട്ടികൾ കാണാറുണ്ട്. സോ 5 വയസ്സിന് ശേഷം നമ്മൾ അവർക്ക് ഇൻസെക്യൂരിറ്റി കാരണം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, കുട്ടികൾ ഓക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുന്ന അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ബ്രെയിന്, കിഡ്നി, യൂറിനറി ബ്ലാഡർ ഒക്കെ. അതിന് ഇമ്മാച്യൂരിറ്റി കാരണമാവാം. യൂറിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് കിഡ്നിയിലാണ്. കിഡ്നിയിലെ യൂറിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ADH ഹോർമോൺ, ആന്റി ഡയോററ്റിക് ഹോർമോൺ. ആ കിഡ്നി ഇമ്മച്ചുർ ആകുമ്പോൾ ആ ഹോർമോണിന്റെ ലെവൽ കുറവായിരിക്കും. സോ കിഡ്നിയിൽ യൂറിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ യൂറിനറി ബ്ലാഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് എപ്പോഴും കോൺട്രാക്ട് ചെയ്യും. ഓൾസോ ബ്രെയിൻ എന്ത് ചെയ്യും, അത് അറിയുന്നുണ്ടാവില്ല, ഈ സിഗ്നൽ വരുന്നത് അറിയാത്തൊരവസ്ഥ വരും. സോ യൂറിൻ എപ്പോഴും പോകും. അങ്ങനെയാണ് ബെഡ് വെറ്റിംഗ് സംഭവിക്കുന്നത്. നൈറ്റിൽ 2-3 പ്രാവശ്യം യൂറിൻ പോകുന്നുണ്ടെങ്കിൽ അത് മേ ബി സിവിയർ ആയ കണ്ടീഷൻ ആയിരിക്കും. ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കുറച്ച് ടൈം എടുക്കും. ബെഡ് വെറ്റിംഗ് മെഡിക്കലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ശിശുക്കാലം മുതലേ ഈ കുട്ടിക്ക് ബെഡ് വെറ്റിംഗ് ഉണ്ട്, അതിനൊരു ബ്രേക്ക് വരുന്നില്ല. ഇപ്പൊ 6 months to ഒരു 5-6 years വരെ ബെഡ് വെറ്റിംഗ് കണ്ടിന്യൂസ് ആയി കാണുന്നുണ്ട്, അതിനൊരു ബ്രേക്ക് വരുന്നില്ല. ഇനി സെക്കൻഡറി ആണെങ്കിൽ കുട്ടിക്ക് യൂറിൻ ഓൾറെഡി കൺട്രോൾഡ് ആയതായിരിക്കും, ബട്ട് എന്തെങ്കിലും ഒരു റീസൺ കാരണം പെട്ടെന്ന് ഈ കുട്ടിക്ക് ബെഡ് വെറ്റിംഗ് കാണാം. അപ്പൊ റീസൺ മേ ബി ഫങ്ഷണലി ആവാം, പാത്തോളജിക്കലി ആവാം. അപ്പൊ ഫങ്ഷണലി പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ബേബി വരാം, പാരന്റ്സ് സെക്കൻഡ് ബേബി വരാം, ഇനി പെട്ടെന്ന് വീട്ടിലൊരു മരണം സംഭവിക്കുക, ഇനി അല്ലെങ്കിൽ പാരന്റ്സിന് തമ്മിലുള്ള പ്രശ്നം, അത് കാരണം കുട്ടിക്ക് സ്ട്രെസ് വരുന്ന കാരണം ഇത് മേ ബി സംഭവിക്കാം. അതുപോലെ തന്നെ പാത്തോളജിക്കലി പറയുകയാണെങ്കിൽ ഡയബറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റന്റ് കാരണം കുട്ടിക്ക് അറിയാതെ യൂറിൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഡയബറ്റിക്കുള്ള ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് യൂറിന് പോകുന്നുണ്ടാവലുണ്ട് അറിയാതെ തന്നെ. അത് 2 ടൈപ്പ് ഡയബറ്റിക് കുട്ടികളിൽ ഉണ്ടാവും. ഡയബറ്റിക് ഇൻസിപിഡൻസ് ഉണ്ടാവും, ഡയബറ്റിക് മെല്ലിറ്റസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ലീപ്പ് അപ്നിയ, ഒബീസിറ്റി ജനറ്റിക് കോസ് ആയിട്ട് കാണാം. പാരന്റ്സിൽ ഒരാൾക്ക് ചൈൽഡ്ഹുഡിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് 10% കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ 2 പാരന്റ്സിലും ചൈൽഡ്ഹുഡിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു 60% കുട്ടികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഐഡന്റിക്കൽ ട്വിൻസ്, അവരിൽ ഒരു ട്വിൻസിന് ബെഡ് വെറ്റിംഗ് കാണുന്നുണ്ടെങ്കിൽ ഒരു 90% മറ്റേ ട്വിൻസിന് ഇത് കാണാവുന്നതാണ്. ഇതിന്റെ ചികിത്സാ രീതി എന്ന് വെച്ചാല് ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്സർവേഷൻ ആണ്. നോക്കി നോക്കുക, ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാം. മേ ബി ഒരു 7 to 8 ഏജിലൊക്കെ ഇത്